പ്രിയപ്പെട്ട സ്നേഹിതരെ, അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരനോടൊപ്പമാണ് നമ്മളിന്ന് ഈ സമയം ചിലവാക്കുന്നത്. ഫ്രാൻസിസ് നൊറോണ. മലയാള വായനക്കാർക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു നാമമാണ്. സ്നേഹപൂർവ്വം ഐക്കൺ KCBC മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി സന്തോഷം സംസാരിക്കാൻ, അടുത്തിരിക്കാൻ പറ്റുന്നത്. ഈ ഫ്രാൻസിസ് നൊറോണ എന്നുള്ള പേരിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം തുടങ്ങാം. ഇരുമനിക്കൽ വെച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഈ സാഹിത്യ ലോകത്തിൽ നിന്ന് ഒരുപാട് ആളുകളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് അടുപ്പമുള്ളവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, അത് ഞാൻ ശരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. ഫ്രാൻസിസ് നൊറോണ എന്ന് പറയുന്ന പേര് അച്ഛൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് നമ്മുടെ ഈ കൊറോണ കാലം, ഈ നൊറോണയും കൊറോണയും തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ വലിയ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കുറച്ച് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഞാനത് വളരെ കൗതുകത്തോടും സന്തോഷത്തോടും കൂടി അത്തരം കമൻറ്റുകളൊക്കെ കണ്ടിരുന്നു. ഒരു ആംഗ്ലോ ഇന്ത്യൻ സർനെയിമാണ് നൊറോണ. അത് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അറിയാം. അതിൻ്റെ റൂട്ട് തേടി പോകുമ്പോൾ പോർച്ചുഗലിലെ ഒരു റോയൽ ഫാമിലിയാണ്. അപ്പം ആദ്യം ഇതറിയുന്ന ഒരു നിമിഷം എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒക്കെ ഒരു ജീവിതത്തിൽ നമുക്ക് അങ്ങനെ അത്തരം ഒരു ജീവിതത്തിൽ ഞാനൊരു റോയൽ ബ്ലഡിൽ നിന്ന് വന്നതാണല്ലോ എന്നൊക്കെയുള്ള ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അഹങ്കാരം എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അഹങ്കരിക്കുന്ന ഒരാളല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വഴി ഇതാണ്, കൊള്ളാം എന്തെങ്കിലും അപ്പോൾ ഒരു ഗരിമയാവട്ടെ. പിന്നെ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരം പേരുകൾ മലയാളത്തിൽ കുറവാണ്. ഒരു ജോണി മിറാൻഡ ഉണ്ട് നമുക്ക്, അങ്ങനെ ഉള്ള ഒരു പേര് ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയാനും ഒക്കെ സാധിക്കുന്ന ഒരു പേര്. പിന്നെ ഷേക്സ്പിയർ പറയുന്ന ഒരു പേരിൽ എന്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല. അത്തരത്തിലാണ് ഞാൻ ഒരുപാടുണ്ടെന്ന് നമ്മൾ വായനക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പേരുകൊണ്ട് എനിക്കൊരു കുഴപ്പം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഈ എൻ്റെ അശരണരുടെ സുവിശേഷം എന്ന് പറയുന്ന നോവൽ ആദ്യം എഴുതുമ്പോൾ ഞാൻ മലയാള സാഹിത്യത്തിൽ ഒന്നും അറിയപ്പെടുന്ന ഒരാളൊന്നുമല്ല. പിൽക്കാലത്താണ് കഥകളിലൂടെയൊക്കെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ നോവല് ബെന്യാമിൻ സാറാണ് ഇത് വായനക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ നന്നായിട്ട് അത് ചെയ്തു തന്നു. ഒരു അനുജനോടുള്ളൊരു വാത്സല്യം അദ്ദേഹം ഇപ്പോഴും എന്നോട് കാണിക്കുന്നുണ്ട്. ആ സ്നേഹവും ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ നോവൽ ഇറങ്ങിയപ്പോൾ ബുക്ക് സ്റ്റാളുകളിലൊക്കെ വന്നപ്പോൾ അശറിൻ്റെ സുവിശേഷം ഫ്രാൻസിസ് നൊറോണ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് എന്നെ വിചാരിച്ചിട്ട് ഇതൊരു വിവർത്തനമാണ്, ഇത് ഏതൊരു വിദേശ സാഹിത്യത്തിൻ്റെ ഇന്ത്യ പുസ്തകത്തിൻ്റെ വിവർത്തനമാണോ എന്നൊരു ധ്വനി. അപ്പോൾ അങ്ങനെ ഒരു ആദ്യകാലത്ത് ഇങ്ങനെ ഈ പേര് എനിക്ക് ഒരിത്തിരി, പിന്നീട് എൻ്റെ തൊട്ടപ്പൻ വന്നതോടുകൂടി ഈ നൊറോണ എന്ന് പറയുന്ന പേര് എസ്റ്റാബ്ലിഷ്ഡായി. ഈ നൊറോണ എന്ന് മാത്രം എഴുതിയപ്പോഴും ഞാൻ ഫ്രാൻസിസ് എന്നില്ലെങ്കിൽ പോലും നൊറോണ മാത്രം കേൾക്കുമ്പോൾ എന്നെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ നൊറോണ എന്ന് പറയുന്ന ഒരു വലിയൊരു സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ആ വലിയ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് കിട്ടിയത് കേരളത്തിലെ ആലപ്പുഴയിലാണോ അതോ കൊച്ചിയിലാണോ നൊറോണ കുടുംബം? നൊറോണമാരിങ്ങനെ ചിതറി കിടക്കുന്നത്. ആലപ്പുഴയിൽ നൊറോണ ഫാമിലി ഉള്ളത് ഈ ആംഗ്ലോ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ പോലും അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരൊരു കൂട്ടം കൂടി താമസിക്കാറുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ വരാപ്പുഴയിൽ മുലമ്പള്ളി എന്ന് പറയുന്ന ദ്വീപിൽ ഒരു 95% ആംഗ്ലോ ഇന്ത്യൻസാണ്. അപ്പോൾ ആലപ്പുഴയിൽ നമ്മൾ പോകുകയാണെങ്കിൽ കുന്നുമ്മ എന്ന് പറയുന്ന ഏരിയ എടുത്താലാണ്, അവിടെയാണ് ഏറ്റവും കുറേയധികം ആംഗ്ലോ ഇന്ത്യൻസ് ഉള്ളത്. കൊല്ലത്ത് തങ്കശ്ശേരിയിലുണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ കുന്നുമ്മയിലാണ് ഏറ്റവും കൂടുതൽ നൊറോണ ഫാമിലി ഉള്ളത്. അവിടെ ഒരു ഫ്രാൻസിസ് നൊറോണയാണ് 1920 നിൽക്കുന്നത്. അവിടുത്തെ ചർച്ച്, അവിടുത്തെ പള്ളി, എനിക്ക് സ്ഥലം വിട്ടു കൊടുക്കുകയും പള്ളി നൊറോണ ഫാമിലിയാണ് അവിടെ അതിൻ്റെ കാര്യങ്ങളെല്ലാം. ഈ നൊറോണമാർ ഈ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന് അവരുടേത് മാത്രമായ എന്തെങ്കിലും ഒരു സാഹിത്യ രൂപമോ അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന എന്തെങ്കിലും രീതികളോ അങ്ങനെ ഉണ്ടോ? അതേപ്പറ്റിയൊക്കെ ധാരാളം എഴുത്തുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മുണ്ടംപറങ്ങിയിൽ അതിലെ കുറേയേറെ കാര്യങ്ങൾ അനുഭവം പറയുന്നുണ്ട്. ഞാനത് നേരത്തെ പറയാൻ വിട്ടു. ഈ നൊറോണ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പം നമുക്ക് ഈ റോയൽ ഫാമിലിയുടെ ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കൊളോണിയലിസ്റ്റ് അധിനിവേശവും അവരുടെ ഒരു മുഷ്കും ഇതൊക്കെ കാര്യം അത് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ അന്റോണിയോ നൊറോണ എന്ന് പറയുന്ന ഒരു വൈസ്രോയി കണ്ണൂരിൽ 40,000 തെങ്ങുകളാണ് ഈ അവിടുത്തെ പ്രാദേശിക ആൾക്കാരുമായിട്ടുള്ള ഒരു സ്പർദ്ധയുടെ പുറത്ത് വെട്ടിക്കളയുന്നത്. അപ്പോൾ അത്രയും ഒരു ക്രൂരന്മാർ കൂടെ നൊറോണമാർ. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭീതിയാണ്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ തലമുറ കടന്നു വന്നത് ഈ ചോരയും കണ്ണീരിലൂടെ ആയിരിക്കുമല്ലോ.
അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവർ ആയിരിക്കും ഇപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സഹനങ്ങളും കഠിനമായ ക്ലേശ വഴികളും ഒക്കെ വരുന്നതെന്ന് വിചാരിക്കും. മുണ്ടൻബർഗി എന്ന് പറയുന്ന ഇത് എൻ്റെ ആത്മകഥയായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. മുണ്ടൻബർഗി ഒരിക്കലും എൻ്റെ ആത്മകഥയല്ല. ഒരു ആംഗ്ലോ ഇന്ത്യൻ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു കൊളോണിയലിസ്റ്റ് ആഡംബരത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് കൊണ്ട് നടക്കാനായിട്ട് എല്ലാ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെയും ഉള്ളിലൊരു ബോധമുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് നോക്കിയാൽ അപ്പോൾ നമ്മൾ ആ ഒരു വൈദേശിക ഒരു സുഖം എപ്പോഴും ഉള്ളിൽ കൊണ്ട് നടക്കുക, മനസ്സിൽ കൊണ്ട് നടക്കുക. പാട്ടിലാണെങ്കിലും നൃത്തത്തിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും വേഷത്തിലാണെങ്കിലും മുഖത്ത് അണിയുന്ന ലിപ്സ്റ്റിക്കും അവരുടെ അതേപോലുള്ള വേഷത്തിലും പോലും നമ്മൾ ആ ഒരു കൊളോണിയലിസ്റ്റ് പാരമ്പര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു കൊളോണിയലിസ്റ്റ് പാരമ്പര്യം നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കപടതയാണ്, ഒരു മുഖംമൂടിയാണ് ഞാൻ എല്ലാ ആംഗ്ലോ ഇന്ത്യൻ ജീവിതവും സമൂഹത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിനൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. കാര്യം നമ്മൾ എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നത് അതാണല്ലോ സമൂഹം കാണുന്നത്. അപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ ജീവിതത്തെക്കുറിച്ച് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ ഇവരിങ്ങനെയൊക്കെയാണ് വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആനന്ദത്തോടുകൂടി, വളരെ ആർഭാടത്തോടുകൂടി ജീവിതത്തെ കാണുകയും വളരെ റിച്ചായിട്ട് അവർ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇവരെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തെക്കുറിച്ച് സിനിമകളിൽ ഉൾപ്പെടെയാണെങ്കിൽ അതിൻ്റെ ഒരു ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു കാഴ്ചയിൽ നിന്നാണ് പിന്നീട് ഇവർ ചരിത്രത്തിലും സാഹിത്യത്തിലും സിനിമയിലും ഒക്കെ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഒരു പച്ചയായ ഒരു ആംഗ്ലോ ഇന്ത്യൻ ജീവിതമുണ്ട്. അതൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അതൊന്നും ആരും സംസാരിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് പറയണമെന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് മുണ്ടൻബർഗി എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഴുതുന്നത്. അത് എഴുതാനായിട്ട് തുടങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതിനെക്കാട്ടിൽ നല്ലത് ഞാൻ എൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞു എനിക്കുണ്ടായ ആംഗ്ലോ ഇന്ത്യൻ അനുഭവങ്ങളുടെ തീവ്രത പറഞ്ഞാൽ അതൊരു പൂർണ്ണതയിലെത്തുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുണ്ടൻബർഗി എഴുതുന്നത്. ഒരുപാട് സ്വീകാര്യത മുണ്ടൻബർഗിക്കുണ്ടായി. എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്യുകയും വായിക്കുകയും ചെയ്യുന്നു, കഥകൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ. അതെ, തീർച്ചയായിട്ടും മുണ്ടൻബർഗി അത് ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ മറ്റ് പുസ്തകങ്ങളിലെക്കാട്ടി കൂടുതലൊരു പ്രത്യേകത എനിക്ക് മുണ്ടൻബർഗി കിട്ടിയെന്ന് പറയുന്നത് ഞാൻ എപ്പം രാവിലെ മെയിൽ ഓപ്പൺ ചെയ്താലും എനിക്കൊരു കത്ത് കാണും മുണ്ടൻബർഗി വായിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ്. കാര്യം ചിലത് വളരെ ദീർഘമായ കത്തായിരിക്കും. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമാനമായ അനുഭവം ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ ഒരു സമാനമായ അനുഭവമുണ്ട്, അതെപ്പോഴും ഞങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചിലവർ അവരുടെ തന്നെ അനുഭവം ഇവിടെ വെച്ച് നമ്മളൊരു സാഹിത്യ നടത്തിയപ്പോൾ രാധാകൃഷ്ണൻ സാറ് നൊറോണ ദൂരെ നിന്ന് കണ്ടിട്ട് മുണ്ടൻബർഗി ദൂരെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ അത് ഇറങ്ങിയ സമയത്ത് തന്നെ അവരൊക്കെ അത് വായിച്ചിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ആദ്യത്തെ നോവൽ അശരണരുടെ സുവിശേഷമാണ്. അത് ഇറങ്ങിയിട്ട് ഇപ്പം 2017 ഇറങ്ങി. 3 വർഷം 4 പതിപ്പായി. എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്തേക്കാൾ പിന്നീടാണ് കഥകളിലൂടെ കൂടുതൽ അറിയപ്പെട്ടതിന് ശേഷം ആളുകൾ നോവൽ തേടിപ്പിടിച്ച് പിന്നെയും പുറകിലേക്ക് പോയി വായിക്കാൻ തുടങ്ങിയതാണ്. ആദ്യം എഴുതിയത് നോവലാണ്, അതെ. പിന്നീടാണ് കഥയിലേക്ക്. കഥകളുടെ ഒരു പരീക്ഷണ കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ആലപ്പുഴയിൽ മുഖരേഖ മാസികയിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പം എനിക്കൊരു ഭയമായിരുന്നു. ഞാൻ മറ്റു പല പേരുകളിലൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ മാസികയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തു പോയതാണ്. അതിൻ്റെ ശരിയും തെറ്റും എനിക്കറിയില്ല. എന്നാലും ആദ്യകാലം മുതലേ കഥകൾ എഴുതാനായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ നോവല് ആണ് ആദ്യം എഴുതി പൂർത്തിയായി. വായനക്കാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഭാഗത്തുനിന്നോ ഏതിനെക്കുറിച്ചാണ് അവർ കൂടുതൽ താല്പര്യം കൂടുതൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നോവലാണ് നൊറോണ കൂടുതൽ എഴുതേണ്ടതെന്നോ കഥയാണ് കൂടുതൽ എഴുതേണ്ടതെന്നോ? അങ്ങനെ ഈ കഥയും നോവലും വായിക്കുന്നവർ പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. കാര്യം കഥയിലെ ഒരു വന്യതയും പച്ചയായ ജീവിതവും അതിൻ്റെ ഒരു ഇതുവരെ മലയാള സാഹിത്യത്തിൽ അങ്ങനെ അത്രയും ഒരു പോകാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു സാഹസികനായ നൊറോണ അശരണ സുവിശേഷത്തിൽ വരുമ്പോൾ വളരെ സാത്വികനായിട്ടുള്ള ഒരു അത്രയും ഒരു ഡിവൈനായിട്ടുള്ള ഒരു വർക്ക് ചെയ്യും. അപ്പം അതിലെന്ന് പറയുന്നത് അശരണ സുവിശേഷത്തിൽ നോവലിൽ ആൾക്കാർ പറയുന്നത് അത് ആണുങ്ങളുടെ ലക്ഷ്യൻ്റെ പുസ്തകമാണെന്ന് പറയുന്നത്. അതിൽ പെണ്ണുങ്ങളില്ല, അതിൽ പ്രേമമില്ല, പ്രണയമില്ല, നായികയില്ല. അപ്പോൾ അത്തരത്തിൽ പിന്നെ ഒരു നോവലിന് സാധ്യമായിട്ടുള്ള ഒരു ഫാക്ടറുകളും ഇല്ലാതെ നമ്മൾ മലയാള സാഹിത്യത്തിൽ പരിശോധിച്ചാൽ എനിക്കൊന്നും അങ്ങനെ ഞാൻ എന്നെ പുകഴ്ത്തുന്നതല്ല, അങ്ങനെ അത്തരം ഒരു നോവൽ, അതായത് ഒരു ക്ലൈമാക്സ് ഇല്ല. അതിലൊരു അച്ഛൻ ജനിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള കാര്യങ്ങൾ പറയുന്നു. അവിടെ ക്ലൈമാക്സിൽ ഒരു ആൾക്കാരെ ഈ മുൾമുനയിൽ നിർത്തുന്ന ഒരു ക്ലൈമാക്സ് ആണല്ലോ ഒരു നോവലിൻ്റെ ഏറ്റവും വലിയൊരു ആസ്പെക്ട്. ഒരു വായനക്കാരൻ എന്ന നിലയിലാണ് ഞാൻ ഈ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ഈ അശരണരുടെ സുവിശേഷമാണ് ആദ്യം വായിച്ചത്, കഥകൾ പിന്നീട് വായിച്ചു.
എനിക്ക് അതിൽ ഈ നോവലിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ മനുഷ്യൻ്റെ വിശപ്പ് ഇത്രയും എത്ര ആ വിശപ്പും മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളെയും മതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ മതവും ആത്മീയതയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഇത്തരം ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു, അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന നിലയ്ക്കാണെങ്കിൽ വിശുദ്ധ കുർബാന പോലും അപ്പത്തിൻ്റെ രൂപത്തിൽ സന്നിഹിതനാകുന്ന ഒരു ദൈവം, അങ്ങനെയൊക്കെ ഒരു ഇതാണല്ലോ ഒരു ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരമായിട്ട് എനിക്ക് ആശരണരുടെ സുവിശേഷം തോന്നി. കഥകളിൽ വരുമ്പോൾ ഇത്തരം എസ്റ്റാബ്ലിഷ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ വളരെ കീറി മുറിച്ച് പരിശോധിക്കുകയും അപ്പോൾ ഈ എഴുത്തുകാരൻ്റെ മതം എന്താണ്, നൊറോണ എന്ന എഴുത്തുകാരൻ്റെ മതം, ജീവിതം, ആത്മീയത ഏത് നോവൽ വെച്ച് വിലയിരുത്തണോ അതോ കഥ വെച്ച് വിലയിരുത്തണോ? എൻ്റെ ആത്മീയ ജീവിതത്തെയും എൻ്റെ എഴുത്തുകാരൻ എന്ന രീതിയിലുള്ള എൻ്റെ മതത്തെയും കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഞാൻ ബൈബിളിന് പുറത്താണ് കാണാനായിട്ട് ശ്രമിക്കുന്നത്. ബൈബിളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ക്രൈസ്റ്റിനെക്കാട്ടിൽ കൂടുതൽ ബൈബിളിൻ്റെ പുറത്ത്, അതായത് വിജനപ്രദേശത്തും ഗ്രാമങ്ങളിലും വിജാതീയരുടെ നഗരങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അവരോട് കരുണ കാണിച്ചിട്ടുള്ള, കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിച്ചു, സമൂഹത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കാമോ അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ ആ പേഴ്സണാലിറ്റി എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ആദ്യമേ എല്ലാവരുടെയും പോലെ തന്നെ ഞാനൊരു മതത്തിൻ്റെ തൊട്ടിലാണ് നമ്മൾ ജനിച്ച് വീഴുന്നത്. ഒരു മാമോദീസയും മുങ്ങി നമ്മളങ്ങനെ ജീവിച്ചു വരുന്നു. നമ്മൾ മതപഠന ക്ലാസ്സുകളിലൂടെ വരുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ചർച്ചകളിൽ കൊണ്ടുപോകുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ഒരു ഇതിൽ വരുന്നു. ഇതിൽ നിന്നും മാറിയൊരു ജീവിതം നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ എല്ലാ കുട്ടികളും ഇത്തരത്തിലായിരിക്കും വളർന്നു വരുന്നത്. എക്സെപ്ഷൻസ് ഉണ്ടാവാം. എങ്കിൽ പോലും നമ്മൾ ആ ഒരു മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു സമയത്ത് എനിക്കൊരു വളരെ പ്രയോജനകരമായിട്ട് ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുകയും, ജീവിത കൗമാരവും യൗവനമൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുകയും, വായന എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരികയും ചെയ്തു. ആ വായനയിൽ ആണ് എനിക്ക് കൂടുതൽ ഒരു തുറവിയൊക്കെ കിട്ടുന്നത്. അങ്ങനെ വായനയുടെ ഒരു തുറവിയിൽ നിന്നാണ് ഈ മതത്തിൻ്റെ മാതാപിതാക്കളിലൂടെ പകർന്നു കിട്ടിയ ഒരു മതത്തിനപ്പുറത്തേക്കുള്ളൊരു മതത്തിൻ്റെ ഒരു വിശാലമായൊരു തലങ്ങളും ഒരു കാഴ്ചയും ഒക്കെ ലഭിക്കുന്നത്. അത്തരത്തിൽ ഞാൻ കണ്ട ക്രിസ്തുവും എന്നെ മാതാപിതാക്കൾ പള്ളിയിൽ കൊണ്ടുപോയി കാണിച്ച ക്രൂശിത രൂപത്തിൽ ക്രിസ്തു തമ്മിൽ എൻ്റെ ഒരു ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ എൻ്റെ എഴുത്തുകളെ കാണാറുണ്ട്. കാര്യം അദ്ദേഹം അന്നുണ്ടായിരുന്ന എസ്റ്റാബ്ലിഷിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പുരോഹിതർക്കും അവിടുത്തെ ന്യായാധിപന്മാർക്കും അവിടുത്തെ ഭരണകൂടത്തിനും എതിരെയൊക്കെ അദ്ദേഹം ശക്തമായ ഭാഷയിൽ സംസാരിക്കും പോലും അദ്ദേഹത്തിൻ്റെ ഒരു വിധേയത്വം ഉണ്ടായിരുന്നു. കാരണം സീസറിനുള്ള നികുതി കൊടുക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആളുകളിപ്പോൾ ഈ കണ്ടമാനം, എനിക്കറിയത്തില്ല നൊറോണ, ഈ എഴുത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യാൻ സമയം കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം കൂടുതൽ തീവ്രവാദികൾ ഇപ്പം ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ്. നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിലോ നാട്ടിലോ ഒന്നുമല്ല. ഈ ഫേക്ക് അക്കൗണ്ടിലാണോ അതോ ശരിക്കുള്ള അക്കൗണ്ടിലാണോ ആളുകൾ ഇത്തരം കാര്യങ്ങൾ വളരെ തീവ്രമായിട്ട് എഴുതുന്നു. എനിക്ക് തോന്നുന്നു അത് അവർക്ക് അവരുടെ മതത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നില്ല. അവരുടെ മതത്തിൻ്റെ ആത്മീയത തിരിച്ചറിഞ്ഞിട്ടാണെന്നും തോന്നുന്നില്ല. എന്തോ ഇങ്ങനെയൊക്കെ തീവ്രമായിട്ട് പറയുന്നത് വഴി എന്തോ ഒരു സുഖം കിട്ടുന്നത് പോലൊരു, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സ് മോശമാക്കാൻ സമയം കൊടുക്കാറുണ്ട്. ഫേസ്ബുക്കുകളും നവമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എത്ര തിരക്ക് പിടിച്ച ഇതിലാണെങ്കിൽ, കാര്യം എന്ന് വെച്ചാൽ ലൈവായിട്ട് നമുക്ക് സമൂഹത്തെ തൊട്ടറിയാൻ പറ്റും. അപ്പോൾ അത്തരം നമുക്കൊരു അവസരം കിട്ടുന്നത് ഒരു സമയം കണ്ടെത്തി അതിൽ പോയി സമൂഹത്തിൻ്റെ പ്രതികരണം അറിയുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം കൂടി ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. തൊട്ടപ്പൻ സിനിമയായത് കണ്ടു, നോവലും വായിച്ച ആളാണ് ഞാൻ. സിനിമ എന്ന നിലയിൽ ആ കഥ നൽകുന്ന വികാരം സിനിമയിൽ കണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഒരു കഥയും അങ്ങനെ പൂർണ്ണമായി ഒരു സിനിമ ചിലപ്പോൾ കഥയാക്കുമ്പോൾ ചിലപ്പോൾ അത് സംഭവിക്കത്തില്ല. ഒരു മീഡിയം മറ്റൊന്നിലേക്ക് മാറുമ്പോൾ പരിമിതികളുണ്ടാവും. പക്ഷേ എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഇനിയും ഏതെങ്കിലും ഒരു കഥ സിനിമയാണോ എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ആരുടെ താല്പര്യമാണ്, അല്ലെങ്കിൽ എഴുത്തുകാരന് തന്നെ അങ്ങനെ നൊറോണയ്ക്ക് തന്നെ അങ്ങനെ താല്പര്യമുണ്ട് ഈ കഥയൊന്ന് സിനിമയാണോ അങ്ങനെ? എൻ്റെ ഒന്ന് രണ്ട് കഥകൾ സിനിമയാകാനുള്ള ഒരു പ്രാഥമിക ചർച്ചകളും എൻ്റെ സ്ക്രീൻ പ്ലേ എഴുതുന്ന അതിൻ്റെയൊക്കെ ഒരു തുടക്കം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കടമ്പ കഴിയാതെ നമുക്കത് അനൗൺസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് സിനിമയെക്കുറിച്ചൊക്കെ ഉള്ളത്. തൊട്ടപ്പൻ എന്ന് പറയുന്നത് എൻ്റെ ആദ്യ സിനിമ, എൻ്റെ കഥയിൽ നിന്നുള്ള ആദ്യ സിനിമ അനുഭവമാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചയിൽ ഞാൻ മറ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഇത് എപ്പോഴും ഒരു സിനിമ എന്ന് പറയുന്നത് അത് സംവിധായകൻ്റെ സിനിമയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു കഥ വായിച്ചിട്ട് ഷാനവാസ് കെ ബാവക്കുട്ടി എന്ന് പറയുന്ന സംവിധായകൻ ഒരു സിനിമ കണ്ടു. ആ സിനിമയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ സിനിമ ചെയ്യുമ്പോൾ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരനെന്ന നിലയിൽ ഞാൻ കണ്ടിരുന്ന വിഷ്വൽസും ഞാൻ കണ്ടിരുന്ന ഒരു കഥാപാത്രങ്ങളും ഞാൻ കണ്ടിരുന്ന ഒരു ഭൂമികയും ഒക്കെ ആ സിനിമയിലുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. പക്ഷേ അത് ആ ആഗ്രഹങ്ങൾ സിനിമയിൽ വന്നില്ലെന്ന് പറഞ്ഞ് എനിക്കൊരിക്കലും സംവിധായകനെ കുറ്റം പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്തിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അവരുടെ സിനിമയാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ തൊട്ടപ്പൻ കാണുമ്പോൾ അതിൽ രാത്രികളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ബ്യൂട്ടിഫുള്ളായിട്ടാണ്. അതിൽ ക്യാമറാമാൻ അത് എക്സലൻ്റ് ആയിട്ട് അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള എനിക്ക് തോന്നുന്നത് ഷാനവാസ് കെ ബാവക്കുട്ടിക്ക് ഈ എൻ്റെ ഒരു പശ്ചാത്തലം, അദ്ദേഹം കൊടുങ്ങല്ലൂരുകാരനെന്ന് പറഞ്ഞാൽ എനിക്കറിയാം. അദ്ദേഹം പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ വരാപ്പുഴയിൽ വന്ന് അവരുടെ ജീവിതമായിട്ട് ഇടപഴകി അതൊക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തുമാത്രം അദ്ദേഹത്തിന് ഇഴുകിച്ചേരാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ ഒരു ആശങ്കയാണ് ആൾക്കാർ. പിന്നെ വാണിജ്യ വിജയം എന്ന് പറയുന്നത് മറ്റൊരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ്, അല്ലെ നടന്മാർ അല്ലെങ്കിൽ അവരുടെ സ്വീകാര്യത, അങ്ങനെ പല വിഷയങ്ങൾ അതിലുണ്ടാകും. അത് മാത്രമല്ല ഒരു സിനിമയുടെ വാണിജ്യ വിജയം ആ സിനിമയുടെ വിജയം രണ്ടാണെന്ന് വിചാരിക്കുന്നത്. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ അത് കണ്ടിട്ട് പലരും വിളിക്കുന്നുണ്ട്. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ലക്ഷങ്ങൾക്ക് മേളിൽ ആൾക്കാർ അത് കണ്ടിട്ട് കഴിഞ്ഞു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ സിനിമയുടെ പാട്ട്, അജിജേഷ് ദാസ് എഴുതിയ പാട്ടുകൾ, ലീല ഗിരീഷ് കുട്ടൻ്റെ സംഗീതം, അങ്ങനെ ഒരുപാട് സിനിമയുടെ നല്ല നല്ല ഘടകങ്ങളൊക്കെ ചേർന്നിട്ടുള്ളൊരു നല്ല സിനിമയാണ്. എങ്കിൽ പോലും ഈ ഒരു റൈറ്റർ എന്ന നിലയിൽ നമ്മൾക്ക് നമ്മുടെ കഥയിൽ നിന്നുണ്ടാകുന്ന സിനിമയെക്കുറിച്ച് കുറേ സങ്കല്പങ്ങളുണ്ടാവുകയാണ്. അത് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തണമെന്ന് നമ്മൾ വാശി പിടിക്കുന്ന ഒരു കാര്യമാണെന്നില്ല. ഇത്തരം മാനസിക വ്യഥകൾ സംസ്കാരവും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെയാണ് ആധുനിക മനുഷ്യനിൽ ഈ സംഭവിച്ചേക്കുന്ന മാറ്റങ്ങൾ. പ്രത്യേകിച്ച് കാതുസൂത്രം എന്നുള്ള കഥ പെട്ടെന്ന് ഓർത്തു. മൊബൈൽ ഫോണിൻ്റെ ലോകത്തിൽ അകപ്പെട്ടു പോകുന്ന, അതോ ഇവരുടെ ലോകത്തിൽ മൊബൈൽ ഫോൺ വരുത്തുന്ന പ്രതിസന്ധികളോ, അതിലേക്ക് ഫോക്കസ് ചെയ്ത വളരെ ഗംഭീരമായൊരു കഥയായിരുന്നു. അത് ഒരുപാട് വായിക്കുകയും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു കഥയാണ്. അതൊരു പ്രത്യേക സ്വഭാവത്തിൽപ്പെട്ട കഥ. അതുവരെ എഴുതിയ കഥകളിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ടാകും. അപ്പോൾ അത്തരം പുതിയ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ കഥ എഴുതുന്ന കാലത്ത് കഥ എഴുതി നമ്മൾ തുടങ്ങുന്നു. നമ്മളുടെ ആദ്യം ആദമിൻ്റെ മഴ എന്ന് പറയുന്ന കഥ വരുന്നു, തുടർന്ന് തൊട്ടപ്പൻ വരുന്നു, കടവരാൽ വരുന്നു, കക്കിളി വരുന്നു, പെണ്ണാച്ചി വരുന്നു, ഇരുൾരതി വരുന്നു. എല്ലാ കഥകളും ആൾക്കാരിങ്ങനെ ആവേശത്തോടെ സ്വീകരിക്കും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയൊരു ത്രില്ലുണ്ട്. അതായത് നമുക്ക് അടക്കാനാവാത്ത, എന്ന് വെച്ചാൽ അപരിചിതനാണ് സാഹിത്യ ലോകത്ത് ഞാൻ. ഈ വന്നിട്ട് ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന കൊച്ചിനെ പോലെ ഈ വർണ്ണങ്ങളും ഈ കാഴ്ചകളും കെട്ടുകാഴ്ചകളും ഒക്കെ കണ്ടിട്ട് വല്ലാണ്ട് ഒരു പതറി നിന്ന ഒരു സമയമുണ്ടായിരുന്നു. വളരെ ആവേശത്തോടുകൂടി ഇതിനെയൊക്കെ കണ്ടെത്തിയ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് അന്നൊക്കെ എൻ്റെ സംസാരങ്ങളിലും പിന്നെ അതിൻ്റെ ഒരു ആവേശം വേണമെങ്കിൽ കാണാം. ഇപ്പോഴെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി എന്താണ് ഞാൻ ശരിക്കും ആരോ എന്നെ ഒരു സാഹിത്യകാരൻ എന്ന ഒരു കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുക. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആ കസേരയോടുള്ള ഒരു ഉത്തരവാദിത്വം. നമ്മളെല്ലാം ചെയറുകളാണല്ലോ നമ്മൾ ബഹുമാനിക്കുന്നതാണ്. ആ ചെയറിൽ ആരുന്നാലും നമ്മൾ ബഹുമാനിക്കും. അപ്പോൾ അത്തരം ഒരു ചെയറിൽ എന്നെ ഇരുത്തിയപ്പോൾ എനിക്ക് ആ സാഹിത്യകാരൻ എന്ന് പറയുന്ന അത്രയും മഹനീയമായ ഒരു പദവിയിൽ നമ്മളിരിക്കുമ്പോൾ പഴയ സ്വാതന്ത്ര്യം പോയെന്നല്ല, നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ ഉത്തരവാദിത്വം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആഴത്തിലുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നീട് ഞാൻ തീരുമാനിച്ചു ഇനി ഇതുപോലുള്ള ഇപ്പോൾ തുടർന്ന് വന്ന രീതിയിൽ കുറച്ചുകൂടെ എഴുതാൻ ഇനി മലയാള സാഹിത്യത്തിൽ ആരും പറയാതെ പോയിട്ടുള്ള, അല്ല ഇനി എന്തെങ്കിലും പുതുമയുള്ള ഒരു കാര്യം വരുമ്പോൾ എഴുതുക, അല്ലെങ്കിൽ ഒരു പുതുമയുള്ള എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വരുമ്പോൾ, അല്ലാതെ എഴുത്തിന് വേണ്ടി ഒരു എഴുത്തായിട്ട് ഞാൻ കാണാം. ഞാൻ ആ വ്യത്യാസം ഇപ്പോൾ അതിശയ ചേർപ്പോലൊരു കഥ, അതും കാതുസൂത്രവും തമ്മിലൊരു ബന്ധമില്ല. രണ്ടും രണ്ട് ശരീരവും മനസ്സും ഒക്കെ വ്യാപരിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. കാതുസൂത്രത്തിൽ മാനസിക തലത്തിൽ നിന്നുകൊണ്ട് അത് അമ്മയിൽ നിന്ന് മകളിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ പ്രതിസന്ധികൾ, ഒരേ ആൾക്കാരെ ഇപ്പം സ്ത്രീയോ പുരുഷനോ ഒക്കെ ആയിരിക്കും, പക്ഷെ അവരെ പ്ലേസ് ചെയ്യുന്നത് വളരെ വളരെ വ്യത്യസ്തമുള്ള സ്ഥലങ്ങളിലൊക്കെ. ഈ അനുഭവങ്ങളെല്ലാം എഴുത്തുകാരനുണ്ടാവണമെന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ കഥ തേടി വരുന്നത്? ഈ എഴുത്ത് ഞാൻ മുൻപ് പറഞ്ഞിട്ടൊക്കെ ഉള്ള പോലെ നമ്മൾക്ക് അനുഭൂതികളുടെ പകർപ്പെഴുത്താണ് എഴുത്ത്. നമ്മൾക്കുണ്ടാകുന്ന അനുഭൂതികൾ നമ്മൾ പകർന്നു കൊടുക്കുക. അത് നമ്മൾ അനുഭവിച്ച അനുഭൂതിയുടെ ഒരു 100 ഇരട്ടി
പകർന്നു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും കഥ ഒരുവിധം നന്നാവും. 200 ഇരട്ടി പകർന്നു കൊടുക്കുമ്പോഴാണ് അതൊരു ക്ലാസിക് ആവുന്നത്. പെരുമ്പഴ ശ്രീധരൻ സാറിൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്നത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ഒരു പുസ്തകം ദസ്തേവ്സ്കിയെ വായിച്ചിട്ട് അദ്ദേഹത്തിനുണ്ടായ അനുഭൂതിയാണ് അദ്ദേഹം പകർന്നു കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതല്ല. അപ്പോൾ അനുഭൂതികൾ നമ്മൾക്ക് അങ്ങനെ വായനയിലൂടെ കിട്ടും, സിനിമയിലൂടെ കിട്ടും. ഇപ്പം അച്ഛൻ എന്നോട് വളരെ തീവ്രമായിട്ടുള്ള ഒരു സംഭവം എന്നോട് പറയുകയാണ്. അപ്പോൾ രാത്രി പോകുമ്പോൾ എനിക്ക് ഉറക്കം കിട്ടത്തില്ല, എന്നെ അത് വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കും. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാനതിൻ്റെ എൻ്റെ ഒരു അച്ഛൻ എനിക്ക് പകർന്ന അനുഭൂതികളെ ഞാൻ ഏറ്റുവാങ്ങിയിട്ട് അത് ഞാൻ അതിനേലും തീവ്രതയോടെ ഞാൻ എൻ്റെ ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ചില അനുഭവങ്ങൾ എനിക്ക് പകർന്നുണ്ട്. അപ്പോൾ അത്തരം ഇപ്പം എന്നോട് ആദമിൻ്റെ മഴ ആദ്യം എഴുതുമ്പോൾ വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. അത് അന്ന് ഞാൻ ഫസ്റ്റ് കഥയാണ്. കലാകുമതിയിൽ വരുമ്പോൾ എൻ്റെ താഴെ മൊബൈൽ നമ്പർ കൊടുക്കും. അപ്പം കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നൊരു ഒരാൾ, ആ പാസഞ്ചർ വണ്ടി സഞ്ചരിച്ചിരുന്ന ആൾ എന്നെ എറണാകുളത്ത് എത്തിയപ്പോൾ അയാൾ എന്നെ വിളിച്ചു. അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് കയറിയപ്പം ഒരു മസാല ദോശയും ചായയും വടയും മേടിച്ചതാണ്. ഞാനിത് കഴിച്ചിട്ടില്ല, നിങ്ങളുടെ കഥ വായിച്ചിട്ട് എനിക്കിതിൻ്റെ നഷ്ടം ഉണ്ടായിട്ടാണ് നിങ്ങൾ നികത്തോണമെന്ന് പറഞ്ഞാൽ ഹ്യൂമറായിട്ടാണ് പുള്ളി തുടങ്ങി. അവസാനം അയാൾ പറഞ്ഞു, വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾ ആ രാത്രി വെന്റിലേഷനിലൂടെ ഒളിഞ്ഞു നോക്കുന്ന കിടക്കറയിൽ ഒളിഞ്ഞു നോക്കുന്ന സീനൊക്കെ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ നോക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത ആൾക്ക് ഇത് എഴുതാൻ പറ്റില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പം ഈ എഴുത്ത് അങ്ങനെ നമ്മൾ അത്രയും തീവ്രതയോടെ ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾക്ക് വ്യക്തിപരമായ അനുഭവം വേണമെന്നില്ല, നമുക്ക് മറ്റൊരാളുടെ കേട്ടാൽ മതിയാവും, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഒരു വിഷ്വൽ കണ്ടാൽ മതിയാവും, സിനിമയിലൂടെ കണ്ടാൽ മതിയാവും. അപ്പോൾ അത് മനസ്സിനെ നമുക്ക് വല്ലാണ്ട് അലട്ടണം. അപ്പോൾ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അത് എപ്പോൾ പ്രസൻറ്റ് ചെയ്യണം, ആരിലൂടെ. ഈ കാതുസൂത്രം എന്ന് പറയുന്ന കഥ വരുമ്പോഴും കാതുസൂത്രത്തിൻ്റെ ഒരു 1 ലൈൻ ഒന്ന് എഴുതി നോക്കിയാലല്ലേ, അതൊരു സാധാരണ കഥയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്, അതൊന്നും എഴുതാനൊന്നും ആരും ധൈര്യപ്പെടുത്തത്തില്ല. അപ്പോൾ ഞാൻ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, അതിനകത്ത് ഒരു കാലികമായ ഒരു കാര്യമുണ്ട്, സ്ത്രീയുടെ ഒരു സൈക്കോളജി. നമ്മൾ പ്രത്യേകിച്ചും സ്ത്രീകളെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കാര്യം എന്ന് വെച്ചാൽ അവരുടെ പിന്നെ മനസ്സിൻ്റെ വിചാരങ്ങളും അവരുടെ ആ ഒരു പരിശുദ്ധിയും വിശുദ്ധിയും അവർ സമൂഹത്തിൽ പിന്നെ മറ്റു മേഖലകളിലും വ്യാപരിക്കുന്ന ഒരിതും. ശരിക്കും സ്ത്രീയെ ഒരു പുരുഷൻ നന്നായിട്ട് പഠിക്കുകയും അവളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമായിരിക്കും പുരോഗതിയിലേക്ക് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചറിയാം. അപ്പോൾ അത്തരം പിന്നെ സ്ത്രീ എത്രത്തോളം മഹത്വപ്പെടുന്നു അത്രത്തോളം ആ രാജ്യവും ആ സമൂഹവും ഉയരുമെന്ന്. അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുക സ്ത്രീയെ, അവരെന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുക. അത്തരം പഠനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് കാതുസൂത്രത്തിൽ ഞാൻ ആ സ്ത്രീയെ പ്രസൻറ്റ് ചെയ്യുന്നത്. അവർ ആ കാതുസൂത്രം വായിച്ചിട്ട് അതിലൊരു വായനക്കാരൻ പോലും അതിൽ നായികയെ കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പം അത്തരത്തിൽ പിന്നെ പഠിച്ച് നമ്മൾ ചെയ്യുക. അപ്പം അത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലെ അവരുടെ ജീവിത വ്യാപാരങ്ങളെ ആ ജീവിതങ്ങളിലായി അങ്ങനെ ഇനിയും എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. മനുഷ്യരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് നമ്മൾ ഒരു ചലനത്തിലും ഇപ്പോൾ ഞാനിങ്ങനെ പേന പിടിച്ചോണ്ടിരിക്കുന്നതിനകത്ത് പോലും എൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു മാനസിക വ്യാപാരം വരും. അത്രയും സൂക്ഷ്മതലത്തിലൊരു വ്യക്തിയെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്ത് കഥകളിലൂടെ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ള പുതിയ കഥകൾക്ക് വേണ്ടി ഇപ്പോൾ നൊറോണയുടെ മനസ്സിലെ സഞ്ചാരം ഏത് വഴിക്കാണ്? എനിക്ക് ഒരിക്കലും ആവർത്തനം ഉണ്ടാകരുതെന്ന് ആഗ്രഹമുണ്ട്. എന്തോ ഒരു നിർഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം എന്നെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വിക്കിപീഡിയ അതുപോലുള്ളതിൽ എൻ്റെ പ്രൊഫൈൽ കിടപ്പുണ്ട്. ആ പ്രൊഫൈൽ വായിച്ചിട്ട് ഇയാൾ ലത്തീൻ കത്തോലിക്കരുടെ ജീവിതം പറയുന്നൊരു മനുഷ്യനാണ്. ഞാൻ വളരെ കുറച്ച് കടലിൻ്റെ കഥകൾ എഴുതിയിട്ടുള്ളൂ, 3-4 കഥകൾ എഴുതിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ മറ്റു ഭൂമികളിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. എങ്കിൽ പോലും അങ്ങനെ ഒരു ആ ഒരു കാറ്റഗറിയിൽ എന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ അതൊരു കൃത്യമല്ല. അത് എനിക്ക് തോന്നുന്നു എന്നെ അത്രയും ഡീപ്പായിട്ട് വായിക്കാത്തതുകൊണ്ടാണ്. തുടക്കകാലത്തുണ്ടായ എൻ്റെ നോവൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അതും വായനക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുക, വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടി ബോധപൂർവ്വം നമ്മൾ ഭാഷയെ അങ്ങനെ കൊണ്ടുവരികയില്ല ചെയ്യും. നമ്മൾ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ആ സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള ആഖ്യാന ശൈലിയും ഭാഷ, അതിലെ കഥാപാത്രങ്ങളുടെ പേര് പോലും ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ്. ഈ കഥകൾ എഴുതിയതിന് ശേഷം ഇന്ന ഭാഷാഭൂഷണിക്ക് കൊടുക്കാം, മാതൃഭൂമിക്ക് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണോ, അതോ അവരാവശ്യപ്പെടുമ്പോൾ എന്നാലൊരു കഥ എഴുതിയേക്കാം, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾക്ക് എഴുതാനായിട്ട് തോന്നും. നമുക്കൊരു ഇതുണ്ടല്ലോ, ഇപ്പം ഈ ഓണപ്പതിപ്പിൽ 2020 ഓണപ്പതിപ്പുകളിൽ ഞാൻ കഥ എഴുതിയിട്ടില്ല.
ഒന്നിലും എൻ്റെ കഥകളില്ല. കാതസൂത്രം 2019 ഡിസംബറിൽ മാതൃഭൂമി വന്നതിന് ശേഷം എൻ്റെ കഥകളില്ല. 2020 എനിക്ക് കഥയില്ല, കഥ വരും. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രോസസ്സ് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി എഴുതുകയോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് എഴുതാൻ പറ്റിയേനെ, കഥകൾ എഴുതാൻ പറ്റിയ, അങ്ങനെ എഴുതാൻ നിർബന്ധിതനാകുകയോ എഴുതി പോവുകയോ ചെയ്തേനെ. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ എഴുതാനായിട്ട് എനിക്ക് തോന്നണം. അതുപോലെ തന്നെ അത് എനിക്കതൊരു എഴുതണമെന്നുള്ളൊരു ആവശ്യകത തോന്നുമ്പോൾ അത് നിർബന്ധിക്കപ്പെടുമ്പോൾ എഴുതുക. മുമ്പേ പറഞ്ഞു ഈ ഒരു ആംഗ്ലോ ഇന്ത്യൻ ജീവിതത്തിൻ്റെ ആഘോഷങ്ങൾ, അത്തരം വ്യാപാരങ്ങളെ, അത് ഈ എഴുത്തും വായനയും അല്ലാതെ എന്താണ് നൊറോണയുടെ ആഘോഷം? എഴുത്തും വായനയുമാണ് നമ്മളുടെ ലഹരി. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ലഹരികളൊന്നുമില്ല. എനിക്കതൊരു വലിയൊരു കുറവായിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. കാര്യം അത്തരം ഒരു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകാറുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ അതൊക്കെ ഒരു ഇപ്പം VR സതീഷ് എഴുത്ത് ലഹരി, പിന്നെ നമ്മുടെ കമൽറാം സജീവ്, അദ്ദേഹമാണ് എൻ്റെ തൊട്ടപ്പൻ മാതൃഭൂമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു വെബ് മാസികയും ഒരു പോർട്ടലും ഉണ്ട്. അപ്പോൾ അതിനകത്ത് VR സതീഷ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ലഹരി എഴുത്തിനെ സ്വാധീനിക്കുകയെന്ന് വെച്ചാൽ വളരെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ലഹരികളൊന്നുമില്ല. കാര്യം അങ്ങനെ ലഹരി കഴിക്കാൻ പാടില്ലാത്ത ഉപയോഗിക്കാൻ പാടില്ലാത്ത റെസ്ട്രിക്ഷനുള്ളൊരു കൗമാരോ യൗവനമൊക്കെയാണ്. കാര്യം മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം പിന്നീട് അതിനോട് എനിക്കൊരു ആഭിമുഖ്യം തോന്നിയിട്ടില്ല. കോളേജിലൊക്കെ പഠിക്കുമ്പം പിന്നെ ഒളിച്ചുമ്പാത്തൊക്കെ കുറ്റിബീഡിയും സിഗരറ്റും ഒക്കെ വലിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ 1-2 തവണയൊക്കെ. പിന്നെ അതിനോട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ശരിക്കും ഒരു ടീറ്റോട്ടലാണ്. എഴുത്ത് തന്നെ ലഹരി. പിന്നെ ആളുകളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു ലഹരി. ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. അപ്പം അത് തന്നെയൊക്കെ നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുന്ന ഇഷ്ടം, സൗഹൃദങ്ങൾ ഇഷ്ടമാണ്. അത് ആൺപെൺ ഭേദമൊന്നുമില്ല. ആരാണെങ്കിലും നമ്മൾ നല്ല സൗഹൃദങ്ങൾ കൊണ്ടുപോകുക. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടും ഇടയ്ക്കൊക്കെ എത്ര തിരക്കാണെങ്കിലും അവരെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് ഓർമ്മയൊക്കെ പുതുക്കാനായിട്ടും ഒക്കെ ഒരു ശ്രമങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും എനിക്ക് അതാണ് ജീവിതത്തിൻ്റെ കൈമുതലെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊന്നിനോടും എനിക്കൊരു അങ്ങനെയൊന്നുമില്ല എന്ന് തന്നെ പറയാം. കൊറോണ കാലമായതുകൊണ്ട് പ്രത്യേകിച്ച് സജീവമാകാതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? മറ്റ് യോഗ സമ്മേളനങ്ങളോ സാഹിത്യ ക്യാമ്പുകളോ അത്തരം വലിയ ആൾക്കൂട്ടങ്ങളും സംവാദങ്ങളും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ പൊതുവെ കലാകാരന്മാർക്ക്, ഈ കലാപ്രകടനങ്ങൾ നടത്തുന്നവർക്കുമൊക്കെ, എഴുത്തുകാരെ ഈ ഒരു കാലം ബാധിച്ചിട്ടുണ്ടോ? അതോ എഴുത്തിന് സഹായമാണോ? ഈ കൊറോണ കാലം എന്ന് പറയുന്നത് എല്ലാ മേഖലകളെയും, സമസ്ത മേഖലകളെയും വല്ലാണ്ട് ഒരു മരവിപ്പോട് ബാധിച്ച ഒരു ഇതാണ്. നമ്മൾ ചരിത്രമാണല്ലോ, നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്കിത് ആദ്യ അനുഭവമാണ്. കാര്യം പക്ഷേ ചരിത്രം പിന്നിലേക്ക് പോകുമ്പോൾ ചരിത്രത്തിൽ ഇതിൻ്റെ തുടർച്ചകളും അല്ല ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു തുടർച്ചകളായിട്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇപ്പോൾ പ്ലേഗ് ആണെങ്കിലും ക്ഷയരോഗമാണെങ്കിലും വസൂരി ആണെങ്കിലും ഒക്കെ നമ്മളിത് അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു കൗതുകത്തിന് ഈ പഴയ കാര്യങ്ങളിങ്ങനെ റിസർച്ച് ചെയ്തിങ്ങനെ നോക്കിയപ്പോൾ ഈ കേരളത്തിൽ വസൂരി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഞാനിങ്ങനെ പഠിച്ചു വന്നിട്ടുണ്ട്. അന്ന് ഇതുപോലെ പള്ളികളിൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, കുർബാന സ്വീകരിക്കാൻ വരുന്നതും. അപ്പോൾ വസൂരി ഉള്ള ഒരു കാലഘട്ടത്തിൽ ആ ഏരിയയിൽ പള്ളികൾ അടച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു അടച്ചുപൂട്ടപ്പെട്ട മുറികളിലേക്ക് മനുഷ്യൻ പോയത് ഒരു പുതുമയൊന്നുമില്ല. അപ്പോൾ അത്തരമൊരു സ്ഥിതിവിശേഷം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു എപ്പോഴും എനിക്ക് തോന്നുന്ന എല്ലാം ആവർത്തനങ്ങളാണ്. ബൈബിൾ എപ്പോഴും വായിക്കും. അപ്പോൾ ആ ഒരാളെന്ന രീതിയിൽ അതിൽ പിന്നെ ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ അസാധാരണമായ ഭൂമികുലുക്കങ്ങളെക്കുറിച്ച് കേൾക്കും, മഹാമാരികളെക്കുറിച്ച് കേൾക്കും, നിങ്ങൾ ഭയപ്പെടരുത്, ദിവസം ആഗതമാകുന്നതിന്. ഈ മഹാമാരികളും ഭൂമികുലുക്കവും പ്രകൃതി വിരോധാഭാസങ്ങളും ഒക്കെ എല്ലാ കാലത്തും ഉണ്ട്, എല്ലാ കാലത്തും അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കൊറോണ എന്ന് പറയുന്നത് ഒരു പുതുമയല്ല, അതൊരു ആവർത്തനമാണ്. പിന്നെ നമ്മളുടെ തന്നെ ആയിട്ടുള്ള ഈ ലോകം ആഗോള ഗ്രാമത്തിൻ്റെ കീഴിൽ വന്നതിൻ്റെ പുറത്താണ് ഇത് എൻ്റെ വേൾഡ് മുഴുവൻ പെട്ടെന്ന് ഇത്രയും വ്യാപിച്ചത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറച്ച് കോണ്ടിനെൻറ്റിൽ ഇത് വല്ലാണ്ട് ഒതുങ്ങി നിന്ന് പോയാലും. അപ്പോൾ അത്തരം ഒരു സവിശേഷതയിൽ ഈ എല്ലാ സമസ്ത മേഖലകളും ഇങ്ങനെ ഒരു ഭയപ്പാടോടുകൂടി നിൽക്കുകയും, പക്ഷെ മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള അവൻ്റെ ആ വേറും പോരാട്ടമുണ്ട്, അവന് ഇതിനെ അതിജീവിക്കാനായിട്ടുള്ള മുന്നോട്ടുള്ള
വരവ് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു കൊറോണ, വി ആർ ഡാൻസിങ് വിത്ത് കൊറോണ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമുക്കതിനോടുള്ളൊരു ഭയപ്പാട് മാറി. എങ്കിൽ പോലും നമ്മൾ ജാഗ്രതയോടെ നമ്മൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സാഹിത്യ മേഖലയിലും ഇതുപോലുള്ള ആദ്യകാല ചില മരവിപ്പുകളും ഒരു പ്രയാസങ്ങളും ഉണ്ടായെങ്കിൽ പോലും ഈ വെബിനാറുകൾ, അതുപോലുള്ള നവ മീഡിയകളിലൂടെയുള്ള കോൺവെർസേഷനുകൾ, അതുപോലുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള സാഹിത്യ ചർച്ചകളൊക്കെ ആയിട്ടിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ, എനിക്കൊന്നും മുമ്പ് ഇല്ലാതിരുന്ന കുറേ സൗകര്യങ്ങൾ കൂടെ ഇപ്പോൾ ആയിട്ടുണ്ടെന്നുണ്ട്. കാര്യം അത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതിൻ്റെ ചിലവുകളും മാറി. എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ ഇരുന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാനൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും നേർക്കുനേർ കാണുന്ന ഒരു സന്തോഷക്കുറവ് പോലും പരിഹരിക്കപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇതിനെ അതിജീവിച്ച് പോവുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് കൊറോണ കാലഘട്ടം എങ്ങനെയാണ് എൻ്റെ എഴുത്തിനെ ബാധിച്ചതെന്ന് വെച്ചാൽ എനിക്കിത് അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് തോന്നിയിട്ടില്ല. കാര്യം എൻ്റെ ഒരു ജീവിത രീതി അനുസരിച്ച് ഒരുപാട് സൗഹൃദങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ വീട്ടിലാണ്. വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ വീട് എന്ന് പറയുന്ന ഒരു ചുറ്റുവട്ടത്തെ ഞാൻ ഇങ്ങനെ വല്ലാണ്ട് ഒതുങ്ങി പോവുകയും അകത്തിരുന്ന് ഈ ജനാലയിലുള്ള കാഴ്ച തന്നെയാണ് ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കത് വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നിയില്ല. എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. എനിക്കിത് പ്രൈം മിനിസ്റ്റർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സമയത്ത് മാത്രമാണ് വീട്ടിനകത്ത് ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ കൊറോണ കാലം എന്ന രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു രചന അങ്ങനെ കുറച്ച് സമയമുണ്ടല്ലോ എഴുതാം അങ്ങനെയുള്ള ഇതില്ല. കാര്യം വെച്ചാൽ ഇത്രയും നാളായി ഞാൻ 9 മാസമായി ഞാൻ എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ട്. അപ്പം അത്തരം രീതിയിൽ ഒരു കൊറോണ എന്നെ എഫക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി പുതിയതായിട്ട് വരാനുള്ളത് കഥയാണോ നോവലാണോ? ഒരു കഥ വരാനുണ്ട്. ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് 2 വർഷമായി ഞാൻ തുടങ്ങിയതാണ്. ശരണ സുവിശേഷത്തിന് ശേഷം എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. അത് 2 വർഷമായി എൻ്റെ വർക്ക് തുടങ്ങിയിട്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഈ കഥകൾ വരുമ്പോഴാണ് നമുക്ക് ആ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കഥയിൽ മുഴുവനും മുഴുകിപ്പോവും. പിന്നെ അതിൽ നിന്നൊന്ന് മോചനം പ്രാപിച്ച് വീണ്ടും നോവലിലേക്ക് വരുമ്പോൾ ഇത്തിരി സമയമെടുക്കും. അതുകൊണ്ടാണ് ആ നോവൽ അങ്ങനെ നീണ്ടു പോകുന്നത്. പിന്നെ എപ്പോഴും എനിക്ക് എൻ്റെ ഒരു രചനാ കാലയളവ് ഇത്തിരി ദൈർഘ്യമേറിയതാണ്. ഒരു ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ഒരു കാലഘട്ടം പോലെ ഇത്തിരി പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് എഴുതാൻ പറ്റത്തില്ല. അതിലൊരു വാക്കും എനിക്ക് ഇനി എഡിറ്റ് ചെയ്യാനില്ല, തിരുത്താനില്ലെന്ന് അറിയുമ്പോഴാണ് എടുക്കുന്നത്. അത് തീർന്നു കഴിയുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അതങ്ങനെ കൊടുക്കും. അല്ലാതെ ഒരു മാഗസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു എനിക്ക് എഴുതണമെന്നുള്ള ഇപ്പോൾ ഓണക്കാലം അല്ലേ 2 കഥകളെയും കൊടുക്കണ്ടേ എന്ന് വെച്ചാൽ റിസർവ് ചെയ്യുന്നത് അതങ്ങനെയുള്ള ഇതൊന്നുമില്ല. എഴുത്തല്ലാതെ വേറെ എന്താണ് ഒരു ഇഷ്ടപ്പെടുന്നത്? പാട്ട് പാടുക, കവിത ചൊല്ലുക? എനിക്ക് വരയ്ക്കാനായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ വരയ്ക്കാൻ പഠിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഫോണിലാണെങ്കിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വരയോടൊരു താല്പര്യമുണ്ട്. പിന്നെ കവിത ചൊല്ലാനൊക്കെ താല്പര്യമുണ്ട്. ഒത്തിരി സന്തോഷം ഇത്രയും സമയം സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിന്. പുതിയ എഴുത്തുകളിലും എല്ലാം ധാരാളം എന്താണ് അറിയപ്പെടാനും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ വിമലീകരിക്കുന്ന നന്മയുടെ എല്ലാത്തരം സന്ദേശങ്ങളും നൽകാൻ പറ്റുന്ന വലിയൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ ലോകം അടയാളപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും കൂടെയുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം അച്ഛൻ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കഥ വന്നപ്പോഴാണ് അച്ഛൻ എന്നെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അവിടെ മുതൽ തുടങ്ങിയൊരു സൗഹൃദമാണ്. ഇരുമ്പനിക്കൽ അച്ഛനെ പിന്നെ കൂടുതൽ അറിയുമ്പോൾ അച്ഛൻ്റെ സിനിമയോടുള്ള സാഹിത്യത്തോടുള്ള എഴുത്തിനോടൊക്കെയുള്ള ഒരു വളരെ ആഴത്തിലുള്ളൊരു സ്നേഹവും. അച്ഛനും കുറച്ചൊക്കെ എഴുതും. സിനിമയെക്കുറിച്ചുള്ള ഒരു നിരൂപണ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഉടനെ പുറത്തിറങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ആളെന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മളും ഈ ബ്ലെസ്ഡ് ആവുകയാണ്. കാര്യം വെച്ചാൽ ഈ വിസിറ്റേഷൻ എന്ന് പറയുന്നത് മറിയം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ മറിയത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു തുള്ളി ചാടി എന്ന് പറയുന്നത്. അപ്പം അത്തരം ബ്ലെസ്സിങ് കിട്ടിയ അടുത്തിരിക്കുമ്പോഴും നമ്മൾ ഒരു തുള്ളിച്ചാടലാണ് അടുത്തിരിക്കുമ്പോൾ അത്ര ഒരു പോസിറ്റീവ് വൈബുണ്ട്. ഒത്തിരി സന്തോഷം. അപ്പോൾ അത്തരം അങ്ങനെ എനിക്ക് ഇരുമ്പനിക്കൽ അച്ഛനെ ഇഷ്ടമാണ്. അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ അതാ പെട്ടെന്ന് തന്നെ ഞാൻ ഓടി വന്നത്. എനിക്കൊരു സന്തോഷം. അതുപോലെ ഒരു വളരെ കൂളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാവമൊന്നുമില്ല. ഒരുപാട് സന്തോഷം അച്ഛൻ നൽകുന്ന ഈ സ്നേഹത്തിനും ഈ അച്ഛൻ്റെ ഐക്കോൺ KCBC മീഡിയയിലൂടെ എനിക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹം. ഈ ചാനലിലുള്ള പരിപാടിയൊക്കെ കണ്ടിട്ട് എന്നെ ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ അതൊരു സന്തോഷം. ചാനൽ വളരട്ടെ.
അച്ഛൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ എപ്പിസോഡ് ഞാൻ കണ്ടു. തീവ്രവാദത്തെക്കുറിച്ചിട്ടുള്ള വളരെ പ്രസക്തമായ കാലികമായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ളൊരു വിഷയം അച്ഛൻ അവതരിപ്പിച്ചു. അങ്ങനെ ഒരു പ്രീസ്റ്റ് തീവ്രവാദത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് ഞാൻ ആദ്യം കാണുന്നു. അപ്പോൾ അത്തരത്തിൽ അച്ഛൻ്റെ മേഖലകളിലും എല്ലാവിധ വിജയവും ഞാൻ ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.